ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു FAQ സെഷൻ. ഇന്നത്തെ സെഷനിലും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്ത് തരാൻ പോവാണ്. കുറച്ച് വളരെ ഗ്രാമാറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അതെ. അപ്പം പറയുന്നത് നമ്മൾ വി ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ ലൈക്ക് ഡീപ്പ് ഇൻ ടു ദ ഗ്രാമർ പാർട്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള യൂസേജ് മാത്രമേ ഇത് പറയുന്നുള്ളൂ. കാരണം ഡീപ്പായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനിൽ അത് പറഞ്ഞാൽ ക്ലാരിറ്റി കിട്ടില്ല. രണ്ടാമത്തെ കാര്യം അത് ഒരു പ്രോപ്പർ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കണം. ബട്ട് ഇതിൽ ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഇതിൽ അഡ്രസ് ചെയ്യാം. അതുകൂടാതെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം തോന്നുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. ഓക്കെ ഓക്കെ ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Could you please tell the difference between being and being and how to make a sentence? How to make a sentence എന്ന് നമുക്ക് എങ്ങനെ പറഞ്ഞുതരണ്ടെന്ന് എനിക്കറിയത്തില്ല. How to make a sentence using these two words. യൂസേജ് പറഞ്ഞുതരാം. Being and being are two different forms of be. Be ഇല്ലടാ. ബേസിക് വെർബ് ടു ബി. Be. ആ ബി എന്ന ബേസിക് ഫോമിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബീൻ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ബീയിങ്. അതായത് ING വരില്ലേ നമ്മുടെ ഈറ്റിംഗ്, റൈറ്റിംഗ്, ലിസ്ണിംഗ്, ആ ING ഇല്ലേ, അത് ആ ഒരു ഫോമാണ് ബീയിങ് എന്ന് പറയുന്നത്. ബി പ്ലസ് ING. യെസ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമാണത്. സോ നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്റ്റിലൊരു കാര്യം നടന്നു എന്നുള്ളത് പറയാനുണ്ട്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം. അതായത് ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു, ഇത്രയും നേരം വരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു, ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്, പക്ഷേ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷനാണ്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് ആക്ഷൻസിന് വേണ്ടിയിട്ട്. ബട്ട് ബീയിങ്, യു ആർ ബീയിങ് റൂഡ്, യു ആർ ബീയിങ് ടു നൈസ് ടു മീ. അപ്പം ബീയിങ് ഇപ്പോഴത്തെ കാര്യം, പ്രസന്റിലെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീയിങ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ basic difference. There are so many differences, but basically ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബീൻ അങ്ങനെ യൂഷ്വലി തന്നെ നിൽക്കാറില്ല. ഇറ്റ്സ് ഓൾവേസ് വിത്ത് ഹാവ് ഓർ ഹാസ്. അതുപോലെ തന്നെ ബീയിങ്ങും എപ്പോഴും ഒരു അഡ്ജക്റ്റീവിന്റെ കൂടെ ആയിരിക്കും കൂടുതലായിട്ട്. ലൈക്ക് ബിഫോർ ദാറ്റ് ദെൽ ബി ആർ ഇസ്, അങ്ങനെ ബീയുടെ തന്നെ ഏതെങ്കിലും ഒരു ഫോം കാണും. ഈസ്, ആം, ആർ അല്ലെങ്കിൽ വാസ്, വെയർ ഏതെങ്കിലും ഒരു ഫോം ഉണ്ടായിരിക്കും പ്ലസ് ബീയിങ്. പിന്നെ ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കും. ഹീസ് ബീയിങ് റൂഡ്, ഹീസ് ബീയിങ് നെയ്വ്, ഹീസ് ബീയിങ് നൈസ്, ഹീസ് ബീയിങ് റിഡിക്കുലസ്, അങ്ങനെ പല പല ആ ഒരു അഡ്ജക്റ്റീവ്സിന്റെ കൂടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതെ, ബി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വേർബാണ് ടു ബി എന്ന് പറയുന്നത്. അതിനകത്ത് ഒത്തിരി സാധനങ്ങൾ, അതിനകത്ത് രണ്ട് സാധനമാണിത്. തേർഡ് ക്വസ്റ്റ്യനും അതാണ്. അതെ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം. ഐ ഡിഡ്ന്റ് ഗെറ്റ് മൈ സാലറി യെറ്റ് ഓർ ഐ ഡിഡ്ന്റ് ഗെറ്റ് ക്രെഡിറ്റഡ് മൈ സാലറി. ഇസ് ഇറ്റ് റൈറ്റ് ഫോർ ദ മെൻഷൻഡ് സിറ്റുവേഷൻ? You didn't mention the situation by the way, but ഇതിൽ രണ്ടിലും ഇപ്പം നമ്മൾ ഇതാണല്ലോ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സാലറി ഇതുവരെ ക്രെഡിറ്റ് ആയില്ല. So it'll be like my salary isn't credited yet. അതായത് my salary is not credited yet. അല്ലെങ്കിൽ you can say my salary hasn't been credited yet. Okay. I didn't get my salary is also correct, but my salary didn't get credited. I didn't get credited my salary നമ്മൾ പറയത്തില്ല. My salary didn't get credited will also do. Yeah, but I didn't get credited അത് പറ്റത്തില്ല. I didn't get credited my salary has not been credited yet. Yes. To be precise. Yeah, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. I didn't get my salary is also very much fine, but you cannot use I didn't get credited my salary. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് തെറ്റാണ്. സെന്റൻസിന്റെ ഓർഡർ തെറ്റാണ്. And by the way, സിറ്റുവേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. So it is difficult for us to എനിക്ക് എക്സാക്ട്ലി എന്താ പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ട് ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ട് ഒരാളുടെ സാലറി ഇതുവരെ കയറിയിട്ടില്ല. അതാണ് ഒരു ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇതുപോലത്തെ ഒരു സെന്റൻസ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. മനുവിന്റെ കയ്യിൽ ചെക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. മനുവിന്റെ കയ്യിൽ ചെക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. മനുവിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മനു തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വീക്ക് മൊത്തം മനു, അതും ഒരു കോമെന്റിലല്ല, ഒരു വീഡിയോ ചെയ്തു, അതിന്റെ കോമെന്റില് മനുവിന് ചെക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറൊരു വീഡിയോയില് മനുവിന് ചെക്ക് കിട്ടി, മനുവിന്റെ ചെക്ക് വേറൊരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാന്ന് പറയാം. ലൈക്ക് ടു കോംപ്ലിക്കേറ്റഡ് സെന്റൻസസ് സംതിങ് ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ബി എന്ന ഫോം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ടു ബി എന്ന ഫോം ആക്ച്വലി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബോർഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ടു ബി എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ടു ബി എന്ന ഫോമിൽ രണ്ട് തരത്തിൽ നമുക്ക് പറയാം ഈ ഒരു കോമ്പിനേഷൻ. ഒന്ന്, ഐ വോണ്ട് ടു ബി എ ഡോക്ടർ, അല്ലെങ്കിൽ ഐ വോണ്ടഡ് ടു ബി എ ടീച്ചർ, അങ്ങനെയൊക്കെ ആകാൻ, എനിക്ക് ആകണമായിരുന്നു, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ,
അങ്ങനെ ഷീ വാണ്ടഡ് ടു ബി ദർ, അതായത് അവൾക്ക് അവിടെ വരണം ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ യു ക്യാൻ ആയിരിക്കണം, ആകാൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഡിപ്പെൻഡിങ് ഓൺ ദ ടെൻസ്, ഏത് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ബട്ട് ടു ബിക്ക് വേറെ കോംപ്ലിക്കേറ്റഡ് ഫോമും ഉണ്ട്. അതായത് നമ്മുടെ ഈസ്, ആം, ആർ, വാസ്, വെയർ, ആസ് ഇൻ ടു ബി എന്ന verb ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേർബ്. ആ വേർബ് എന്ന് പറയുന്നത് ബേസ് വേർബാണ്. ടു ബിയുടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എടുക്കുമ്പോൾ ഉള്ള ഫോംസ് ആണ് ഈസ്, ആം, ആർ എന്നുള്ളത്. പ്രസന്റ് ടെൻസിലെ ഫോംസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് മാത്രമല്ല പ്രസന്റ് ടെൻസിലെ ഫോം. അതിനുശേഷം ടു ബിയുടെ പാസ്റ്റ് ടെൻസിലെ ഫോം ആണ് വാസ്, വെയർ, അത്രയേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ടു ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബീൻ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബീയിങ്. അപ്പൊ ഇതിന്റെ ഈ ടു ബി എന്ന് പറയുന്നത് ബേസ് വേർബ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്സിലറി വേർബ്സിൽ. ഓക്കെ, ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് അതില്. പക്ഷെ അതിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കണം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാൻ ശ്രമിക്കാം. ബിയുടെ വീഡിയോ, ബീന്റെ വീഡിയോ ലിങ്ക് ഇടാനായിട്ട് ശ്രമിക്കാം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി. ഓക്കെ, ഞാൻ ചോദിക്കാം, നീ അവനെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉദ്ദേശിച്ചത് നീയൊക്കെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, അത് നന്നാവില്ല. നമ്മൾ ഉദ്ദേശിച്ചോ നല്ല രീതി. ഓക്കെ, എനിവേ, നീ അവനെ പഠിപ്പിച്ചിട്ട് there's nothing, no like there's no use teaching him. There is no use teaching him, or nothing is like you said, you're not gonna get nothing is come out, going to come out of it. Yeah, അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. there's no use teaching him is അത്ര മതി. small sentence. Nothing is going to come out of it, you won't gain anything by teaching him. അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം. Okay. അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾ 2 minutes എടുത്ത് മനസ്സിലാക്കിയെടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മനസ്സിലായത് വെച്ച് പറയാം. അല്ലല്ല, അക്ഷയാണ് മനസ്സിലായി, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, ഐ വിൽ ടെൽ യു. Okay. You just have to answer. Okay. ഇങ്ങനെയാണ് സംഭവം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എനിവേസ് എന്ന വാക്കിനെ കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞു എനിവേസ് എവറിത്തിങ് വെന്റ് വെൽ എന്നൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, അപ്പം എവറിത്തിങ് വെന്റ് വെൽ എന്ന് വെച്ചാൽ എല്ലാം നന്നായി നടന്നു എന്നാണ്. ഓക്കെ, അപ്പം എല്ലാം നന്നായി നടക്കും എന്ന് ഇദ്ദേഹത്തിന് പറയണം. അപ്പൊ അത് എവറിത്തിങ് വിൽ ഗോ വെൽ എന്ന് പറയാമോ എന്നാണ് ക്വസ്റ്റ്യൻ. അദ്ദേഹം ഇത്രയാണ് എഴുതിയത്. വായിക്കാം. വെന്റ് വെൽ, നടന്നു, നടക്കും, എവറിത്തിങ് വിൽ ഗോ വെൽ. ഇതെങ്ങനെ മനസ്സിലാക്കേണ്ടത്? അപ്പം ഞാൻ വിചാരിച്ച നടന്നു എന്നുള്ളതിന് ഞാൻ കോമന്റ് റിപ്ലൈ കൊടുത്തു. നടന്നു എന്നുള്ളതിന് walked എന്നാണ് പറയുന്നത്, നടക്കും എന്നുള്ളതിന് വിൽ വാക്ക് ആണ്. നന്നായി ഒരു കാര്യം നടന്നു എന്ന് പറയാനാണ് നമ്മൾ വെന്റ് വെൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് അങ്ങനെ ഒരു കൊളോക്കിയൽ യൂസേജ് ആണ്. അല്ലാതെ നടക്കും എന്നുള്ളതിന് നമ്മൾ അങ്ങനെ ഞാൻ കോമന്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ചെക്ക് ദ കോമന്റ് യു ക്യാൻ സീ ദാറ്റ് അങ്ങനെ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലായതേ ഇല്ല എന്താന്ന്. ഓക്കെ, ഇനി അടുത്തത് ഭാഗ്യവതി. ഇല്ല, ഇത് കറക്റ്റ് ആണ്. എവറിത്തിങ് വിൽ ഗോ വെൽ, എല്ലാം നന്നായി നടക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ത് ഉദ്ദേശിച്ചാണ്? ഇത് ശരിയാണോ എന്നാ അതിശയായിരിക്കും അല്ലേ? അല്ല, ഇത് ശരിയായിട്ട് ലൈക്ക് ക്വസ്റ്റ്യൻ മാർക്ക് അവോയ്ഡ് ചെയ്യട്ടോ. Everything will go well. You can just say everything will go well. അത് കറക്റ്റ് ആണ് കേട്ടോ. ഉദ്ദേശിച്ചത് ഇതാണെങ്കിൽ, താങ്കൾ ഉദ്ദേശിച്ചത് ഇതാണെങ്കിൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ബട്ട് കോമന്റ് ഇടുമ്പോൾ നമ്മൾ മറുപടി തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ യു വിൽ ഹാവ് ടു മേക്ക് ഇറ്റ് സ്പെസിഫിക്. കുറച്ച് ക്ലിയർ ആയിട്ട് എഴുതുന്നതായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇതുപോലെ, ചെറിയ വായിൽ വലിയ വർത്താനം വേണ്ട എന്നെങ്ങനെ പറയും? നമുക്ക് ക്ലിയർ ആണ്. ഇതാണ് ആശാൻ എങ്ങനെ പറയുന്നേ ചോദിച്ചിട്ടുള്ളൂ. എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു ചോദിച്ചിട്ടില്ല. സോ ഞാനാണെങ്കിൽ പറയും ചെറിയ വായിൽ വലിയ വർത്താനം പറയണ്ട. ഓബ്വിയസ്ലി ഇംഗ്ലീഷ് മിത്രയുടെ വീഡിയോയുടെ താഴെ കോമന്റ് ചെയ്യുമ്പോൾ ഉറുദുവിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കോമന്റ് ചെയ്യുന്നത്. ഓക്കെ, സി ഇതിനൊരു എക്സാക്ട് ട്രാൻസ്ലേഷൻ ഒന്നും ഇല്ല. ബട്ട് ദെൻ യു കൻ ജസ്റ്റ് സേ സ്പീക്ക് അക്കോർഡിംഗ് ടു യുവർ ഏജ് ഓർ സംതിങ്. ഡോണ്ട് സ്പീക്ക് ഔട്ട്. സ്പീക്ക് ഔട്ട് എന്ന് പറയും നമ്മൾ. ഡോണ്ട് സ്പീക്ക് ഔട്ട്. Don't speak out can mean many things. Many things, yes. അത് സത്യമാണ്. സ്പീക്ക് ഒരു പിള്ളേരോടൊക്കെ ആയിരിക്കും നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പീക്ക് അക്കോർഡിംഗ് ടു യുവർ ഏജ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അതെ. You have to listen what they have to say. They have to say, right? ആദ്യം കേൾക്കണ്ടേ, എന്നിട്ട് തീരുമാനിക്കണ്ടേ. ഓക്കെ, have had, has had. ഇതിന്റെ യൂസേജ് ഇതിന്റെ യൂസ് എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ചെയ്യോ? സെപ്പറേറ്റ് വീഡിയോ ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിടാൻ തോന്നി എനിക്ക്. ഹാവ്, ഹാഡ്, ഹാസ് ഹാഡ്. ഇപ്പം സത്യം നമ്മൾ ഹാഡ് എന്ന് പറയുന്നത് ഹാവിൻ്റെ പാസ്റ്റ് ഫോം ആണ്. ഓക്കെ, അപ്പം ഹാവ് എന്ന് പറയുന്നത് നിനക്കറിയാലോ, ഈറ്റിന് പകരം നമുക്ക് യൂസ് ചെയ്യാം. എസ്പെഷ്യലി വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഫുഡ്, ഈ വാക്കുകളുടെ കൂടെ. സോ യു ഇൻസ്റ്റെഡ് ഓഫ് ഈ സെയിങ് I've
I ate my breakfast, you say I had my breakfast. So instead of saying I have eaten my breakfast, you can say I have had my breakfast. So അതാണ് ബേസിക് ആയിട്ടുള്ള യൂസേജ്. ബട്ട് ദെൻ അഗൈൻ ദർ ഇസ് ദിസ് യൂസേജ് വെയർ ഹാവിങ് എന്നുള്ളത് ഒരു വേർബ് ഫോമായിട്ട്, ഹാവിൻ്റെ ഒരു വേർബ് ഫോമായിട്ട്, ഓക്സിലറി വേർബ് ഫോമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ആ സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ ഹാവ് ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഐ എം നോട്ട് ഗോയിങ് ഡീറ്റെയിൽ ഇൻ ടു ഇറ്റ്. ബട്ട് ഇതാണ് ബേസിക് യൂസേജ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹി ഹാസ് ഈറ്റൻ ഫുഡ് എന്ന് പറയുന്നതിന് പകരം ഹി ഹാവ് ഹാഡ് ഹിസ് ഫുഡ് എന്ന് പറയാം. ആൻഡ് ദെൻ അഗൈൻ ഹാഡ് വരുന്നത് ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് നമ്മളിപ്പോൾ പറയാണ് ഐ ഹാഡ് എ ഗുഡ് നൈറ്റ്സ് സ്ലീപ്പ് എന്ന് ഞാൻ പറയാണ്. സോ എനിക്കിങ്ങനെ പറയണം, അവൻ വരുന്നത് വരെ ഐ ഹാഡ് എ ഗുഡ് നൈറ്റ്. സോ അപ്പം ഒരു പാസ്റ്റ് ഓഫ് പാസ്റ്റ് ആണ് അവിടെ അല്ലേ, പാസ്റ്റ് ഓഫ് പാസ്റ്റ്. അപ്പം ആ സമയത്ത് ഏത് ആക്ഷൻ ആണോ ആദ്യം നടന്നത് അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. അപ്പം അങ്ങനത്തെ കേസസിൽ ഐ ഹാഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് അൺടിൽ ഹി കെയിം. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. സോ അതാണ് ഹാഡിൻ്റെ യൂസേജ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതും പറയാം, ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. സോ ഇറ്റ്സ് ഓൾ ദാറ്റ്. അപ്പോൾ അതാണ് ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് വീഡിയോ ചെയ്യാട്ടോ, നമ്മൾ മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ പരീക്ഷയ്ക്ക് ആരും കോപ്പി അടിക്കരുത് അങ്ങനെ പറയാം ഇംഗ്ലീഷിൽ. അത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഡു നോട്ട് കോപ്പി പറഞ്ഞാൽ മതി. ഒരു എക്സാം ഹാളിൽ നിന്നിട്ട് പറയുന്ന പോലെ ആണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു സേ ഡു നോട്ട് കോപ്പി ഡ്യൂറിംഗ് ദി എക്സാം. ഇഫ് യു വാണ്ട് യു ക്യാൻ മെൻഷൻ ദാറ്റ്. അല്ലെങ്കിൽ പ്ലീസ് പറയണോ കോപ്പി അടിക്കാതിരിക്കാൻ പറയാൻ വേണ്ടി കുട്ടികളെ. ഡു നോട്ട് കോപ്പി ഡ്യൂറിംഗ് ദി എക്സാം. ചീറ്റ്. No malpractices. Okay. കോപ്പി അടിച്ചാൽ പേപ്പർ തിരിച്ചു വാങ്ങിച്ച് തുടർന്ന് പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നു. കോപ്പി അടിച്ചാൽ പേപ്പർ തിരിച്ചു വാങ്ങിച്ച്. ഇന്നലത്തെ ആളാണോ? If you cheat, your paper will be taken away and you won't be allowed to attend the exam. Or continue writing the exam. അത്രേ ഉള്ളൂ. Or continue writing the exam. വളരെ അച്ചടക്കത്തോടെ മാത്രമേ പരീക്ഷ എഴുതാൻ അനുവദിക്കൂ. Okay. You'll have to keep the discipline and decorum in an exam hall or during the exam or while writing the exam. Okay, ഇത്രേ ഉള്ളൂ. ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു തരാമോ പ്ലീസ്? അത് വളരെ വൃത്തിയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെ. ചിലരൊക്കെ സെന്റൻസ് മാത്രം എഴുതും. ഇപ്പം എനിക്ക് മനസ്സിലാകത്തില്ല ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണോ അത് എന്നോട് പറയുന്നതാണോ ഇനി വെറുതെ കോമന്റ് ചെയ്തതാണോ ഒന്നും മനസ്സിലാവില്ല. സോ ഞാനാണോ ചോദിക്കേണ്ടത് അതോ നീയാണോ? ഞാനാണോ ചോദിക്കേണ്ടത്? ഞാൻ ചോദിച്ചതിന് ആൻസർ പറഞ്ഞില്ലല്ലോ, സോറി. You didn't answer my question. അത്രേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. You didn't answer my question. അതിന്റെ സൈഡിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നുണ്ട്? ഞാൻ കരുതി ഇനി ഇവർ ചോദിക്കുവാണോ ഇംഗ്ലീഷിൽ. ഞാൻ ചോദിച്ചതിനൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. You didn't answer my question. You didn't answer my question. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലാതെ പ്രോപ്പർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ why didn't you answer my question എന്ന് ചോദിക്കാം. Why didn't you ആണ് കേട്ടോ. So did not. Why did not? Okay. Why didn't you answer my question? Okay. ഇനി അടുത്ത്. ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നില്ലല്ലോ. He told me that he would be here, but he hasn't arrived yet. He isn't here yet. Why is that so? അങ്ങനെ ചോദിക്കാം അല്ലേ? Why is that so? Why hasn't he arrived yet? He told me that he will arrive. അല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? പിന്നെ അങ്ങനെ പറയാം. നമ്മുടെ ദേശത്തിന്റെ ലെവൽ അനുസരിച്ചായിരിക്കും. രേവതി പിച്ചിൽ ദേശത്തിലാണ് പറഞ്ഞത്. അങ്ങനല്ല, ഞാൻ കുറച്ച് കൗതുകത്തോടെയാണ് പറയുന്നത്. ദേശത്തിൽ പറയണ ഇങ്ങനെയല്ല പറയാം, മലയാളത്തിൽ പറയും. അത്രേ ഉള്ളൂ. 10 ക്വസ്റ്റ്യനായി. പെട്ടെന്ന് തീർന്നു. പെട്ടെന്ന് തീർന്നു. വളവള ഇല്ല. വളവള വേണമെങ്കിൽ ഞങ്ങൾ വളവളയ്ക്കാം. ഓക്കെ. സോ അപ്പം നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. വി ഹോപ്പ് ദാറ്റ് ദീസ് വെർ യൂസ്ഫുൾ ഫോർ യു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു പോസ്റ്റ് ഇൻ ദ കോമൻറ്റ് സെക്ഷൻ. ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പൊതുവെ ഈ FAQ വീഡിയോസിൽ മാത്രമേ പറയൂ ചിരിക്കാൻ എൻ്റെ അടുത്ത് സീരിയസ് ആവുന്നുണ്ട്. ചിരിക്കും. ഓക്കെ. അപ്പം കോമൻറ്റ് സെക്ഷൻ സാധാരണ നമ്മൾ FAQയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇങ്ങനത്തെ കോമൻറ്റിന് എടുക്കാറുള്ളൂ. പക്ഷേ സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഇവിടെ ആൻസർ തരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തരുന്നുണ്ടായിരിക്കാം, തരുന്നില്ലായിരിക്കാം, തരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ഡൗട്ട് ഉണ്ട്, അത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ we are planning to like add the number of
കോമന്റ്സ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. നമ്പർ ഓഫ് FAQ സെഷൻസ് ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങളുടെ കോമന്റ്സ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ അത് കൂട്ടാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പം സോ ഇനി വീക്ക്ലി ട്വൈസ് ഉണ്ടായിരിക്കും കോമന്റ് സെക്ഷൻ വീഡിയോ. കാരണം ഒത്തിരി പേര് പറയുന്നുണ്ട് കോമന്റിൽ നിങ്ങൾ വീഡിയോക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. യൂസർ നെയിമും കൂടി കോമന്റ് ഇൻക്ലൂഡ് ചെയ്താലെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സോ ഇഫ് യു ഫീൽ ലൈക്ക് നിങ്ങളുടെ യൂസർ നെയിമും കൂടി കോമന്റിൽ പറയണം എന്നുണ്ടെങ്കിൽ മെൻഷൻ ദാറ്റ്, വിൽ ആഡ് ദാറ്റ്, അത് ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലാതെ വെറുതെ അയച്ച് വെറുപ്പിക്കരുത്. ഇഷ്ടമാണെങ്കിൽ മാത്രം, അതെ ഇഷ്ടമാണെങ്കിൽ മാത്രം അവർക്കിത് ഷെയർ ചെയ്യുക. അപ്പോൾ അവർ കണ്ടോട്ടെ, അവർ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചോട്ടെ. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണരുത്, കഷ്ടമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വന്നാൽ പിന്നെ അഡ്മിഷൻ എടുക്കുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എൻഡ് ചെയ്താലോ നിങ്ങളെ? ഓക്കെ ഗൈസ്, സോ ഹാവ് എ ഗ്രേറ്റ് വീക്ക് ആണ് തോന്നുന്നു. ഹാവ് എ ഗ്രേറ്റ് വീക്ക്, ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ് ആണോ സാറ്റർഡേ ആണോ എനിക്കറിയില്ല, എന്താ പോസ്റ്റ് ചെയ്യുന്നത്, ലൈവ് വീഡിയോ അല്ലല്ലോ ഇത്. അപ്പം സോ എനിവേസ് ഹാവ് എ ഗ്രേറ്റ് ടൈം, ഹാവ് എ ഗ്രേറ്റ് ഡേ, എൻജോയ് ചെയ്യുക ലൈഫ്. സോ ദിസ് ഇസ് രേവതി കൃഷ്ണൻ and Akshay Abraham signing off from English Mithra. Thank you and bye. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.